നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ത്യ സഖ്യം രൂപവൽക്കരണത്തിൽ പാർട്ടിക്ക് ദോഷവും മുന്നണിക്ക് ഗുണവുമുണ്ടാക്കിയെന്ന് CPM റിപ്പോർട്ട്. വഖഫ് ബില്ല് മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് മന്ത്രി കിരൺ റിജിജു. ഗാസയുടെ വലിയ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് സൂചന നൽകി ഇസ്രായേൽ. പൊതുവിദ്യാലയങ്ങളിലെ അവധിക്കാല ക്ലാസുകൾ വേണ്ട, ബാലാവകാശ കമ്മീഷൻ നടപടിക്ക്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട ആവശ്യമെങ്കിൽ സിനിമാ മേഖലയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. രാജീവ് ചന്ദ്രശേഖരന്റെ ചുമതലയ്ക്ക് ശേഷമുള്ള ആദ്യ NDA യോഗം ഇന്ന്. IPL മത്സരത്തിൽ ഹീറോയായി ജോസ് ബട്ട്ലർ. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന 4ാമത്തെ സിനിമയായി വീരധീര സൂരൻ. കുറ്റവാളികളുടെ ഒളിത്താവളമായി മാറി പാളയത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ. കേരളത്തിൽ 758 ഏക്കറിൽ തണ്ണിമത്തൻ വിളയിച്ചെടുത്ത് കുടുംബശ്രീ. വാർത്തകൾ വിശദമായി. ഇന്ത്യ സഖ്യത്തിന്റെ രൂപവൽക്കരണത്തിലേക്ക് നയിച്ച പുതിയ നയം പാർട്ടിക്ക് ദോഷവും മുന്നണിക്ക് ഗുണപരമായെന്നും റിപ്പോർട്ട്. BJPയെ ദുർബലപ്പെടുത്താൻ ഈയൊരു സഖ്യത്തിന് കഴിഞ്ഞെങ്കിലും അതിനോടൊപ്പം പാർട്ടിയും ദുർബലപ്പെട്ടുപോയി. ഇന്ത്യ സഖ്യം കൊണ്ട് നേട്ടമുണ്ടാകുന്നത് കോൺഗ്രസിനും മറ്റ് പ്രാദേശിക പാർട്ടികൾക്കുമാണ്. 600-ലധികം പേരുടെ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചിരിക്കുന്നത്. നിയമ ഭേദഗതി യാഥാർത്ഥ്യമാകുന്നതോടെ ഭൂമി തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് മന്ത്രി കിരൺ റിജിജു. ഗാസയുടെ വിവിധ ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നതിനായി വിപുലമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു. പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷാ പ്രദേശങ്ങളായി മാറ്റും. പൊതുവിദ്യാലയങ്ങളിൽ വേനലവധി ക്ലാസുകൾ വേണ്ടെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ഇക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഹൈക്കോടതിയുടെയും നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്കൂളുകൾക്കെതിരെ നിയമ നടപടിയെടുക്കാൻ കമ്മീഷൻ ഉത്തരവായി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിലെ പ്രതികൾ സിനിമാ താരങ്ങളുടെ പേര് വെളിപ്പെടുത്തിയതിനെ തുടർന്ന് അന്വേഷണം സിനിമാ മേഖലയിലേക്കും വ്യാപിപ്പിക്കണം. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള ആദ്യ യോഗം ഇന്ന് ചേരും. NDA സംസ്ഥാന കൺവീനറും BDJS അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളിയും മുതിർന്ന BJP നേതാക്കളും ഘടകകക്ഷി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നണിയെ സജ്ജമാക്കലാണ് പ്രധാന അജണ്ട. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കുതിപ്പിന് വിരാമമിട്ട് ഗുജറാത്ത് ടൈറ്റൻസ്. ആദ്യ 2 കളികളും ജയിച്ച് ഒന്നാമന്മാരായ RCBയെ 8 വിക്കറ്റിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത് എത്തി. മലയാള സിനിമയ്ക്ക് പുത്തൻ റെക്കോർഡുകൾ സമ്മാനിച്ച മുന്നേറുന്ന എമ്പുരാനോടൊപ്പം മുന്നേറുകയാണ് വിക്രം ചിത്രം വീരധീര സൂരൻ. തമിഴകത്ത് മറ്റു റിലീസുകൾ ഒന്നും നിലവില്ലാത്തതിനാൽ എമ്പുരാനും വീരധീര സൂരനുമാണ് തമിഴ്നാട്ടിൽ മത്സരം. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കഞ്ചാവ് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഹോസ്റ്റൽ സുരക്ഷ ശക്തമാക്കണമെന്ന് വിദ്യാർത്ഥികൾ. രാഷ്ട്രീയ സംഘർഷങ്ങളിലും മറ്റ് കേസുകളിലും പ്രതികളായവർ ഒളിത്താവളമായി ഹോസ്റ്റൽ ഉപയോഗിക്കുന്നുണ്ടെന്നും പരാതിയുണ്ട്. വേനൽ ചൂടിന് ആശ്വാസമാവാൻ തണ്ണിമത്തൻ വിളയിച്ചെടുത്ത് കുടുംബശ്രീ. 14 ജില്ലകളിലുമായാണ് കൃഷി നടത്തിയത്. ആരോഹി, മുക്കാസ, F1, കിരൺ, മഹാരാജ തുടങ്ങിയ വിവിധയിനം തണ്ണിമത്തനുകളാണ് കൃഷി ചെയ്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.